ഹലോ, ഇന്ന് നമ്മൾ ഡിറ്റർമിനേഷൻ ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി ബൈ സ്റ്റോക്സ് മെത്തേഡാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ സ്റ്റോക്സ് ലോ പഠിച്ചിട്ടുണ്ടല്ലേ. അതിൽ നമ്മൾ ഈറ്റ അല്ലെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി ഓഫ് എ വിസ്കസ് ലിക്വിഡാണ് ഡിറ്റർമൈൻ ചെയ്തത്. ഇതേ എക്സ്പ്രഷൻ വെച്ചിട്ട് ഒരു ബോഡീൻ്റെ ടെർമിനൽ വെലോസിറ്റി നമുക്കതിൻ്റെ ആ ബോഡി മൂവ് ചെയ്യുന്ന വിസ്കസ് മീഡിയത്തിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി അറിയാമെങ്കിൽ അതിൻ്റെ ടെർമിനൽ വെലോസിറ്റി ഫൈൻഡ് ചെയ്യാനുള്ള എക്സ്പ്രഷനും ഡിറൈവ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കറിയാം when a body falls through a viscous medium, its motion is opposed by the viscous forces which increases with the velocity of the body. അതുപോലെ തന്നെ for a particular velocity, the frictional force is equal to the gravitational force. So there will not be further increase in velocity. So the body attains a constant maximum velocity. So that constant maximum velocity is known as the terminal velocity of the body. ഈ ടെർമിനൽ വെലോസിറ്റീൻ്റെ എക്സ്പ്രഷനാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിറൈവ് ചെയ്തെടുത്തത്. അതേ ടെർമിനൽ വെലോസിറ്റീൻ്റെ എക്സ്പ്രഷൻ നമുക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി ഓഫ് എ ലിക്വിഡ് ഡിറ്റർമൈൻ ചെയ്യാനും യൂസ് ചെയ്യാമെന്ന് നമ്മൾ കണ്ടെത്തിയതാണ്. ഓക്കെ, ഇത്തരത്തിൽ ഒരു വിസ്കസ് മീഡിയത്തിലൂടെ മൂവ് ചെയ്യുന്ന ബോഡീൻ്റെ ടെർമിനൽ വെലോസിറ്റി അറിയാമെങ്കിൽ നമുക്ക് ആ ലിക്വിഡിൻ്റെ വിസ്കോസിറ്റി അല്ലെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി ഫൈൻഡ് ചെയ്യാം. എങ്ങനെ? എക്സ്പെരിമെൻ്റൽ മെത്തേഡിലൂടെ എങ്ങനെ ഫൈൻഡ് ചെയ്യാം എന്നുള്ളതാണ്. ആ ഒരു മെത്തേഡാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റീൻ്റെ ഈ ഒരു എക്സ്പ്രഷനിൽ ഈറ്റ ഇസ് ഈക്വൽ ടു 2/9r² റോ മൈനസ് സിഗ്മ ഇൻറ്റു g/v ആണല്ലേ. ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയസ് ഓഫ് ദി ബോഡി വിച്ച് ഈസ് മൂവിങ് ത്രൂ ദി വിസ്കസ് മീഡിയം. റോ എന്നാൽ density of the body, sigma is the density of the viscous medium, g is the acceleration due to gravity, and v is the terminal velocity attained by the body moving through the viscous liquid. So ഇത്തരത്തിൽ ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പിനെ നമ്മൾ സ്റ്റോക്സ് ഫോളിംഗ് ബോഡി വിസ്കോമീറ്റർ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഇതിൽ എന്താണുള്ളത്? ഒരു ലോങ് അല്ലെങ്കിൽ ഒരു ടോൾ ജാറിൽ നമ്മൾ ഏത് ലിക്വിഡിൻ്റെ ആണോ കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി ഡിറ്റർമൈൻ ചെയ്യേണ്ടത് ആ ലിക്വിഡ് നിറയ്ക്കും. അപ്പം ഇവിടെ കൊടുത്തിരിക്കുന്ന ഫിഗർ ശ്രദ്ധിക്കുക. ഇവിടെ ഒരു ലോങ് ജാർ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ടോൾ ജാർ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മുടെ ലിക്വിഡ് ഫില്ല് ചെയ്യും. എന്നിട്ടോ ടൈനി സ്ഫിയേഴ്സ് സച്ച് ആസ് ബോൾ ബെയറിങ്സ് ഓഫ് റേഡിയസ് ലെസ് ദാൻ 1 millimeter ആർ യൂസ്ഡ് ഇൻ ദിസ് മെത്തേഡ്. നമ്മൾ ഒരു ബോഡി സിങ്ക് ചെയ്യും അല്ലേ, ഹെവിയർ ദാൻ ദി ലിക്വിഡ് എന്തായിരിക്കും? അത്തരത്തിലൊരു ബോഡി നമ്മൾ ഈ ലിക്വിഡിലൂടെ മൂവ് ചെയ്യിച്ചാൽ അത് സിങ്ക് ആവും അല്ലേ, അതിൽ മുങ്ങിപ്പോകും. ഇത്തരത്തിൽ മുങ്ങിപ്പോകുന്ന കുറച്ച് നമ്മൾ ഒരു ടോൾ ജാർ എടുത്തിട്ടുണ്ട്. അതിൽ വിസ്കോസിറ്റി കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി ഫൈൻഡ് ചെയ്യേണ്ട ലിക്വിഡ് എടുത്തിട്ടുണ്ട് അല്ലേ. അതിലേക്ക് കുറച്ച് ഒരു 1 millimeter റേഡിയസ് ഉള്ള കുറച്ച് ബോൾ ബെയറിങ്സ് നമ്മൾ ഈ സെൻട്രൽ പോർഷനിലൂടെ സെൻഡ് ചെയ്യും. നമ്മളതിനെ ഇതിലൂടെ മുങ്ങാൻ അനുവദിക്കും. ടോൾ ജാർ എടുത്തത് കൊണ്ട് തന്നെ ഈ 2 പോയിൻറ്റ്സ് കണ്ടോ, എ ആൻഡ് ബി ആർ 2 പോയിൻറ്റ്സ്. അപ്പം എ എന്ന പോയിൻറ്റിൽ എത്തുമ്പോഴത്തേക്ക് തന്നെ ഈ ഒരു ബോഡി 1 millimeter റേഡിയസ് ഉള്ള സ്മോൾ ടൈനി സ്ഫിയേഴ്സ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ ടൈനി സ്ഫിയേഴ്സ് ടെർമിനൽ വെലോസിറ്റി അറ്റൈൻ ചെയ്യും. സോ ഈ ഒരു എ ടു ബി ഉള്ള ഡിസ്റ്റൻസ് എസ് ആണെങ്കിൽ ആ ഒരു സ്റ്റോപ്പ് വാച്ച് എ ടു ബി എന്നുള്ള റീജിയനിൽ എടുക്കുമ്പോൾ ഈ ഒരു ബോഡി റീച്ച് ചെയ്യുമ്പോൾ ടൈം നമ്മൾ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടൈം ടി നമ്മൾ മെഷർ ചെയ്യുക. ഒരു സ്റ്റോപ്പ് വാച്ച് വെച്ച് നമ്മളിത് മെഷർ ചെയ്യുക. ഡിസ്റ്റൻസ് നമുക്ക് എ ടു ബി ഡിസ്റ്റൻസ് അറിയാമെങ്കിൽ അതിൻ്റെ ടെർമിനൽ വെലോസിറ്റി v is equal to s/t ആയിരിക്കും. സോ ടെർമിനൽ വെലോസിറ്റി നമുക്കറിയാം. പിന്നെ നമുക്കറിയാവുന്ന ബോഡി ആയതുകൊണ്ട് അതിൻ്റെ ഡെൻസിറ്റി അറിയാം. നോൺ ലിക്വിഡ് ആണല്ലേ. ലിക്വിഡ് ക്യാൻ ബി വാട്ടർ, ഓയിൽ, ഗ്ലിസറിൻ. നമുക്ക് ഏതിൻ്റെയാണോ കണ്ടുപിടിക്കുന്നത് ആ ഒരു ലിക്വിഡാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഡെൻസിറ്റി നമുക്ക് അറിയാവുന്ന ക്വാണ്ടിറ്റിയാണ്. സോ ഈ ഒരു എക്സ്പ്രഷനിൽ ടെർമിനൽ വെലോസിറ്റീൻ്റെ എക്സ്പ്രഷൻ ഇടുക. ഒരു വെർണിയർ കാലിപ്പർ യൂസ് ചെയ്തിട്ട് ഈ ടൈനി സ്ഫിയേഴ്സിൻ്റെ റേഡിയസ് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ
ജി നമുക്കറിയാം, ഡെൻസിറ്റി രണ്ടിൻ്റെയും ഡെൻസിറ്റി നമുക്കറിയാമെങ്കിൽ അതിൻ്റെ ഈ ഒരു ലിക്വിഡിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി മെഷർ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് സ്റ്റോക്സ് ഫോളിംഗ് ബോഡി വിസ്കോമീറ്റർ എന്നാണ് ഈ ഒരു എക്സ്പെരിമെൻ്റൽ മെത്തേഡിനെ നമ്മൾ വിളിക്കുന്നത്. അപ്പം ഇതേ എക്സ്പെരിമെൻറ്റ് നമുക്ക് ഡിഫറെൻറ്റ് റേഡിയസ് ഉള്ള സ്ഫിയേഴ്സ് യൂസ് ചെയ്തിട്ട് അത് സെൻട്രൽ പോർഷനിലൂടെ സിങ്ക് ചെയ്തിട്ട് സെൻട്രൽ പോർഷനിലൂടെ തന്നെ സിങ്ക് ചെയ്യിക്കണം. കാരണം നമുക്കറിയാം മാക്സിമം വെലോസിറ്റി എവിടെയാണ്, സെൻട്രൽ പോർഷനിലാണ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ പോയിൻറ്റ്സ്. ഈ രണ്ട് എൻസിലും എന്താണ്, വിസ്കോസിറ്റി 0 ആയിരിക്കും. സോ നമുക്ക് ഫ്രിക്ഷണൽ ഫോഴ്സസ് ഉണ്ടാവും അല്ലേ. ആ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇതിനെ ഒപ്പോസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനൊരു ടെർമിനൽ വെലോസിറ്റി അറ്റൈൻ ചെയ്യുന്നത്. അപ്പം ഇത്രയും കൺസെപ്റ്റൊക്കെ ക്ലിയർ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ടെർമിനൽ വെലോസിറ്റി അറിയാമെങ്കിൽ നമുക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി മെഷർ ചെയ്യാം. ഇപ്പോൾ ഡിഫറെൻറ്റ് റേഡിയസ് ഉള്ള ഡിഫറെൻറ്റ് സ്ഫിയേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു എറർ കുറഞ്ഞിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി എക്സ്പെരിമെൻ്റൽ മെത്തേഡിലൂടെ മെഷർ ചെയ്യാനുള്ള ഈ ഒരു സെറ്റപ്പിനെ നമ്മൾ സ്റ്റോക്സ് ഫോളിംഗ് ബോഡി വിസ്കോമീറ്റർ എന്നാണ് വിളിക്കുന്നത്. നെക്സ്റ്റ് എന്താ സ്റ്റെപ്പ്, നമ്മൾ ഇത്രയും മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ R² വേഴ്സസ് T ഗ്രാഫ്, ഇവിടെ വീക്ക് പകരം നമുക്ക് S/T എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈറ്റ വിൽ ബി ഈസ് ഈക്വൽ ടു 2/9 R² ഇൻറ്റു റോ മൈനസ് സിഗ്മ ഇൻറ്റു G ബൈ V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ S/T ആണ്. സോ T എന്ത് വരും, T മുകളിലേക്ക് വരും. അപ്പം R² വേഴ്സസ് 1/T ഒരു ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, R² വേഴ്സസ് 1/T ഗ്രാഫ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ അല്ലേ. ഒരു സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് കിട്ടും. അതായത് ഇത് ഡിഫറെൻറ്റ് റേഡിയസ് ഉള്ള സ്ഫിയേഴ്സുമായിട്ട് കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി മെഷർ ചെയ്യാം. അപ്പം ഇത്തരത്തിൽ നമ്മൾ R² വേഴ്സസ് 1/T ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടുക. സോ എന്താണ് നമുക്കറിയാവുന്നത്, R²T എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണെന്നാണ് ഇതിൻ്റെ മീനിങ്. സോ ഇതാണ് ഡിറ്റർമിനേഷൻ ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി ബൈ സ്റ്റോക്സ് മെത്തേഡ് എന്ന് അറിയപ്പെടുന്നത്. ഇതൊരു എക്സ്പെരിമെൻ്റൽ മെത്തേഡാണ്.